ഒരു വിഭാഗം കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് 21-ന് തുടരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കൂടുതൽ സമയം നൽകിയെന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം ഇന്നലെ നടന്ന ചർച്ചയിൽ സർക്കാർ പുതിയ പദ്ധതി അവതരിപ്പിച്ചു. 5 വിളകൾക്ക് മിനിമം താങ്ങുവില നൽകാമെന്നും എത്ര വേണമെങ്കിലും അത് സംഭരിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഈ കർഷക സംഘടനകളുടെ ആവശ്യങ്ങളോട് പരമാവധി സഹകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹി ചലോ മാർച്ച് അത് 21-ന് തുടരും എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്ന സാഹചര്യം, ഈ ചർച്ചയെക്കുറിച്ചും അവരുടെ നിലപാടെന്താണ്? ഇന്നലെ കർഷക സംഘടനകളുമായി വീണ്ടും മന്ത്രിതല ചർച്ച ചണ്ഡീഗഡിൽ നടന്നിരുന്നു. എന്നാൽ ചർച്ചയിൽ പൂർണ്ണ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് 4ാം ഘട്ട ചർച്ചയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്നലെ ചർച്ചയിൽ കർഷക സംഘടനകൾ പ്രധാനമായും അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നു. മുഴുവൻ വിളകൾക്കും താങ്ങുവില പ്രഖ്യാപിക്കുക, അതേപോലെ തന്നെ മുഴുവൻ കർഷകരുടെയും കടം എഴുതി തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രധാനമായും കർഷക സംഘടനകൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. അതേ ആവശ്യങ്ങൾ അവർ ഈ ഇന്നലെ നടന്ന ചർച്ചയിലും ഉന്നയിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ അതിനെ പരമാവധി പോസിറ്റീവായിട്ടാണ് ഓരോ ചർച്ചാ നീക്കങ്ങളെയും കണ്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ ആ ചർച്ചയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണമെന്നും അതേപോലെ തന്നെ വിവിധ മന്ത്രാലയങ്ങളുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തണമെന്നുമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. മാത്രമല്ല 5 വിളകൾക്ക് മിനിമം താങ്ങുവില നൽകാമെന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിനുശേഷം കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അത് കർഷകരെ അറിയിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. 21-ന് വീണ്ടും ഈ കർഷക ചലോ ഡൽഹി എന്ന് പറയുന്ന ഒരു വിഭാഗം കർഷക സംഘടനകൾ നടത്തുന്ന മാർച്ച് വീണ്ടും പുനരാരംഭിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ കർഷക സംഘടനകൾ നടത്തുന്നത്. അതുവരെ സമയം അനുവദിക്കുവാനാണ്, സർക്കാരിന് സമയം നൽകുവാനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. നന്ദൻ, പക്ഷേ ഈ കർഷക സംഘടനകളുടെ സമരത്തിൽ അത് ആദ്യഘട്ടത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഉദ്ദേശശുദ്ധിയിൽ ചില സംശയങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ശബ്ദരേഖ പ്രധാനമന്ത്രിയുടെ ജനപ്രീതി ഇടിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം എന്നുള്ള രീതിയിൽ ശബ്ദരേഖയൊക്കെ പുറത്തുവന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ജനങ്ങൾ അതുകൂടി നോക്കി കാണുന്നുണ്ട്. ലക്ഷ്മി, തീർച്ചയായിട്ടും. അതായത് ഈ കർഷക സംഘടനകൾക്ക് പിന്നിൽ ഖാലിസ്ഥാൻ വാദികളടക്കം കനേഡിയൻ ഫണ്ടടക്കമുണ്ട് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഗ്രാഫ് രാമക്ഷേത്ര നിർമ്മാണത്തോടുകൂടി ഉയർന്നെന്നും അത് ഇടിക്കുവാൻ അല്ലെങ്കിൽ ആ ഗ്രാഫ് തകർക്കുവാൻ ഇനി തങ്ങൾക്ക് മുന്നിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളതെന്നും ചില കർഷക സംഘടന നേതാക്കൾ വ്യക്തമാക്കിയ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഇതിനെല്ലാം പുറമെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ കർഷക സംഘടനാ പ്രക്ഷോഭം അത് പരമാവധി അത് അക്രമാസക്തമാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കർഷക സംഘടനകൾ ഉദ്ദേശിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനാൽ തന്നെ പരമാവധി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഭാരതത്തിൽ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് അത് രാഷ്ട്രീയ നേട്ടത്തിനായി അതിനെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കർഷക സംഘടനകൾ, ഒരു വിഭാഗം കർഷക സംഘടനകൾ ചലോ ഡൽഹി എന്ന രീതിയിൽ ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭു അതിർത്തിയിൽ ഇപ്പോൾ പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസിന് നേരെ വലിയ അക്രമങ്ങൾ അഴിച്ചു വിടുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇപ്പോഴും അതിർത്തിയിൽ ഇപ്പോഴും ഈ കർഷകർ സംഘടിച്ചു നിൽക്കുകയാണ്. 21-ാം തീയതി മാർച്ച് വീണ്ടും ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. ലക്ഷ്മി, നന്ദഗോപൻ വിവരങ്ങൾ നൽകിയത്.